കേരളത്തിൽ ഒരു മതേതര പാർട്ടിയേ ഉള്ളൂ, അത് ബി.ജെ.പി. ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമുകൾ. കേരളത്തിൽ ഒരു മതേതര പാർട്ടിയേ ഉള്ളൂ, അത് ബി.ജെ.പി. ആണെന്നും ഷോൺ ജോർജ്. മറ്റുള്ള പാർട്ടികളെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമുകളാണ്. ബി.ജെ.പി. ഇനിയും ക്രിസ്മസിന് കേക്കുമായി ക്രൈസ്തവ പുരോഹിതരെ കാണാൻ പോകും. ഓണത്തിന് ചിപ്സും കൊണ്ടുപോകും. റംസാനും ആഘോഷിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ബി.ജെ.പി. എല്ലാവരെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണെന്നും എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം പതിവാകുമ്പോൾ കേരളത്തിൽ ബി.ജെ.പിയിലെ ക്രൈസ്തവ നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാകുന്നുണ്ട്. അതിനിടെയാണ് ബി.ജെ.പി. കോർ കമ്മിറ്റി അംഗമായ ഷോൺ ജോർജ് മറ്റുള്ളവർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് എതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമാണ്. ഡിവൈഎഫ്ഐ ഇപ്പോൾ നടത്തുന്ന പരാമർശങ്ങളും പ്രതികരണങ്ങളും ബി.ജെ.പി. കയ്യും കെട്ടി നോക്കി നടക്കില്ല. ഡിവൈഎഫ്ഐ ആരുടെ കുഴലൂത്തുകാരാകുന്നുവെന്ന് കേരളം തിരിച്ചറിയണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരുന്നു. ഹിറ്റ്ലറുടെ കടുത്ത അനുയായിയായിരുന്ന നിയോ മുള്ളറുടെ അവസ്ഥയാണ് ബിഷപ്പിനെ കാത്തിരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ആരോപിച്ചു. ചില പിതാക്കന്മാർ RSSന് കുഴലൂത്ത് നടത്തുകയാണെന്നും സനോജ് കുറ്റപ്പെടുത്തി. കേക്കുമായി RSS ശാഖയിലേക്ക് ചിലർ പോകുന്നു, തിരിച്ച് RSS ശാഖയിൽ നിന്നും കേക്കുമായി അരമനകളിലേക്കും വരുന്നു. പരസ്പരം പരവതാനി വിരിക്കുകയാണെന്നും വി.കെ. സനോജ് വിമർശിച്ചു. ഇതിനായിരുന്നു ഷോണിന്റെ വിമർശനം. അതേസമയം മറ്റു പാർട്ടികൾ വിഭാഗീയ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. തൃശൂരിൽ കോൺഗ്രസ് CPI ഉയർത്തിയ കള്ളവോട്ടാരോപണം ഷോൺ നിഷേധിച്ചു. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ജയിച്ച അന്നു മുതൽ CPM-ഉം കോൺഗ്രസും ഇത്തരം ആരോപണങ്ങൾ തുടങ്ങിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം സംവിധാനമാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നും ഷോൺ തുറന്നടിച്ചു.